ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഇന്ന് ഈസ്റ്ററായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയത് നല്ല അടിപൊളി ഒരു എഗ് മപ്പാസും അപ്പമാണ്. ഈ അപ്പത്തിൻ്റെ മാവ് അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യലാണ് കേട്ടോ. ഈസ്റ്റ് ഒന്നും ചേർക്കാത്ത ഒരു അപ്പമാണ്. അപ്പോൾ അതിൻ്റെ മാവ് റെഡിയാക്കുന്നത് കാണിക്കാമോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു 3 ഗ്ലാസ് പച്ചരി, ഏതെങ്കിലും ഒരു അളവ് ഗ്ലാസ് എടുക്കാം. എല്ലാ സാധനങ്ങളും അതിൽ തന്നെ പിന്നെ അളന്നെടുത്താൽ മതി കേട്ടോ. അമ്മ ഈ ഒരു ചെറിയ ഗ്ലാസ് എടുക്കുന്നത്, അതിനകത്ത് 3 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി. ഉഴുന്ന് ചേർക്കുന്നത് കൊണ്ട് ദോശയിലെന്ന് ചോദിക്കരുത്, ദോശയിൽ നമ്മൾ ഇത്ര ഉഴുന്നല്ലല്ലോ ഇടുന്നത്. അപ്പോൾ അമ്മ പണ്ട് തൊട്ടേ അപ്പത്തിൻ്റെ കൂടെ ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി, പച്ചരിയും ഉഴുന്നും കൂടി തലേദിവസം തന്നെ കുതിർത്ത് വെച്ചതാണ്. പിന്നെ ഒരു പകുതി തേങ്ങ, ഒരു മുറി, പിന്നെ നമ്മൾ അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് ചോറും, ഇത്രയും കൂടി നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം 1-2 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണ് അരയ്ക്കുന്നത്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം ഒഴിച്ചാണ് അരയ്ക്കുന്നത്. വെള്ളം കൂടി പോകണ്ട, കുറച്ച് മതി. കാരണം വെള്ളം കൂടിക്കഴിഞ്ഞാൽ അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത്യാവശ്യം നല്ലതായിട്ട് തന്നെ, ഒരുപാട് തരിയില്ലാതെ തന്നെയാണ് ഇത് അരച്ചെടുക്കുന്നത്. പിന്നെ ഈസ്റ്റ് ചേർക്കാത്തത് അതിൻ്റെ ഒരു ഹെൽത്തിയർ വേർഷൻ ആയതുകൊണ്ടൊന്നും അല്ല കേട്ടോ. പണ്ട് തൊട്ടേ അമ്മ ഞങ്ങളുടെ വീട്ടിൽ ഈസ്റ്റ് ഉപയോഗിക്കാറില്ല, അപ്പത്തിൽ ഈസ്റ്റ് ചേർക്കും എന്നുള്ളത് എനിക്ക് തന്നെ ഞാനൊക്കെ തനിച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് മനസ്സിലായത് കേട്ടോ. അതുവരെ അപ്പത്തിൽ ഈസ്റ്റ് ചേർക്കുമെന്ന് എനിക്കോ അമ്മയ്ക്കോ അറിയത്തില്ലായിരുന്നു, തീരെ ഞങ്ങൾ ഉപയോഗിക്കത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ രീതി തന്നെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു തരിയേ ഉള്ളൂ. അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് പുളിക്കാനായിട്ട് വെക്കാം. പിന്നെ ഈസ്റ്റ് ചേർക്കാത്ത മാവായതുകൊണ്ട് തന്നെ ഒരുപാട് പൊങ്ങി വരത്തൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് പുളിക്കും. പിന്നെ നമ്മുടെ ഒരു കാലാവസ്ഥയിലാണെങ്കിൽ തലേ ദിവസം വൈകിട്ട് അരച്ച് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് റെഡിയാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിന്ന് മുട്ട മപ്പാസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പം കുറച്ച് കടുക് പൊട്ടി കഴിഞ്ഞിട്ട് കുറച്ച് പട്ട മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. 2-3 കഷ്ണം പട്ട, 2-3 വറ്റൽമുളക്, ഒരു 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, 2 വലിയ പച്ചമുളക്, ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് ഒരു 2 സവോള, മീഡിയം സൈസിലുള്ള 2 സവോള തിന്നായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിൻ്റെ നിറം മാറണ്ട, എന്നാലും അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി വരണം. ഇനി ഇതിൽ മസാലയായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. മസാലപ്പൊടിയുടെ മണം ഒന്ന് മാറിയാൽ മതി. ഇനി ഒരു 2 ഉരുളക്കിഴങ്ങ്, 2 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 കപ്പ് തേങ്ങാപ്പാൽ, കട്ടി കുറഞ്ഞ 2-ാം പാലും കൂടി ചേർക്കാം. പാകത്തിനുള്ള ഉപ്പും. 2-ാം പാലിൽ, തേങ്ങാപ്പാലിൽ തന്നെ ഇത് വേവിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. ചിലർ വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് ലാസ്റ്റ് മാത്രം തേങ്ങാപ്പാൽ ഒഴിക്കാറുണ്ട്. പിന്നെ മേളിലേക്ക് ഞാൻ ഒരു തക്കാളി ഇതുപോലെ റൗണ്ടിന് കട്ട് ചെയ്തതും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ തക്കാളി മതി. അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ ഒരു 5-10 മിനിറ്റിൽ ഇതുപോലെ നല്ലതായിട്ടൊന്ന് കുറുകി വരും. എല്ലാം വെന്ത് ഉരുളക്കിഴങ്ങൊക്കെ സോഫ്റ്റായി കറി ഒന്ന് ചാറ് വറ്റി വരണം. ഇനി ഇതിലൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. കാരണം അത്യാവശ്യം നല്ല എരിവുണ്ട്, നമ്മൾ വറ്റൽമുളകും പച്ചമുളകും ഒക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒരു ഫ്ലേവറിനായിട്ട് മാത്രം കുറച്ച് കുരുമുളക് പൊടി. പിന്നെ ഞാനൊരു 5 മുട്ട പുഴുങ്ങി ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഈ ഒരു ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി മുട്ടയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റും കൂടി നമുക്കൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ വെച്ചാൽ മതി കേട്ടോ. ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. മുട്ടയിലോട്ട് ഒരുപാട് മസാല അങ്ങനെ പിടിക്കുകയൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട് ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് കോട്ടായി വരുന്നത് നല്ലൊരു ടേസ്റ്റാണ്. ഇനി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരല്പം മല്ലിയിലയും കൂടി ചേർത്താലും നല്ല ടേസ്റ്റാട്ടോ, നല്ലൊരു ഫ്ലേവറാണ്. ഒരു 2-3 മിനിറ്റും കൂടി നമുക്ക് ചെറിയ തീയിൽ ഇതൊന്ന് അടച്ചു വയ്ക്കാം. കുറച്ചും കൂടെ ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി ഈ ഒരു രീതിയിലായി വരുമ്പോൾ ലാസ്റ്റ് നമുക്കൊരു 1/2 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി അഥവാ ഗ്രേവി കുറച്ചും കൂടെ വറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു കപ്പ് വരെയൊക്കെ തേങ്ങാപ്പാൽ കട്ടിയുള്ളത് ഒഴിക്കാം കേട്ടോ. ഇനി ഇത് ഉടനെ തന്നെ കഴിക്കുന്നേക്കാളും കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചൊന്ന് സെറ്റായി വരണം. പ്രത്യേകിച്ച് മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് കുറുകി വരും, അതുവരെ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും അപ്പം റെഡിയാക്കാം. അപ്പത്തിൻ്റെ മാവ് ആവശ്യത്തിന് എടുത്ത് ഒരു പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു ആഴ്ച വരെയൊക്കെ കേടാവാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനൊരു ഏകദേശം 10 അപ്പം ഉണ്ടാക്കാനുള്ള മാവ് എടുത്തിട്ടുണ്ട്.
അതിനകത്തോട്ടൊരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ കൂടെ ചേർത്തു, ആവശ്യത്തിനുള്ള ഉപ്പും. പിന്നെ മാവിൽ നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുണ്ട്, കുറച്ചൊരു മധുരമുണ്ട്, അതുകൊണ്ടാണ് പിന്നെ എക്സ്ട്രാ പഞ്ചസാര ഇതിനകത്ത് ചേർക്കാത്ത കേട്ടോ. ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ അപ്പത്തിൻ്റെ മാവ് അമ്മ അരയ്ക്കുന്നത് എപ്പോഴും കുറച്ചൊന്ന് കട്ടിയായിട്ടായിരിക്കും, കുറച്ച് കുറുകിയിട്ടായിരിക്കും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കണം. നല്ല ഈ സൈഡൊക്കെ നല്ല മൊരിഞ്ഞ് ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ള പെർഫെക്റ്റ് അപ്പമായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റുമാണ്. ഈസ്റ്റ് ചേർത്ത അപ്പത്തിനേക്കാളും വളരെ ടേസ്റ്റ് വ്യത്യാസമാണ്. ഇത് ശരിക്കും കറി ഇല്ലാതെ വെറുതെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതേ മാവ് വെച്ചിട്ട് നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കാറുണ്ട്. അതിന് ഞങ്ങൾ പണ്ടൊക്കെ ആവിയപ്പം എന്നായിരുന്നു പറയുന്നത്. ഇതുപോലെ തന്നെ സോഡാപ്പൊടിയൊക്കെ ചേർത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കും. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഡിയേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.